CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRL നൽകിയ ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച വരും. ആ ഉത്തരവ് വരുന്ന വെള്ളിയാഴ്ച വരെ ED അന്വേഷണത്തിൽ തുടർ നടപടികൾ പാടില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഡി ബിനോയ് വിവരങ്ങൾ നൽകുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആദ്യം തന്നെ ഒരു സ്റ്റേ നൽകില്ല, അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വാദം പൂർത്തിയായതിനു ശേഷം CMRLനെതിരെയുള്ള എല്ലാ നടപടികൾക്കും ED തൽക്കാലം വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് വെള്ളിയാഴ്ച വിധി വരുന്നതുവരെ, വെള്ളിയാഴ്ച 1:45 വിധി വരും. അതുവരെ തൽക്കാലം CMRLനെതിരെയുള്ള എല്ലാ നടപടികളും ED നിർത്തിവെക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. കാരണം നേരത്തെ ഡിവിഷൻ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ആ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ തൽക്കാലം അന്വേഷണം, അതായത് CMRLനെതിരെയുള്ള എല്ലാ നടപടികളും വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കണം എന്ന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1:45 വിധി. CMRLന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കോടതി ഇന്ന് കേട്ടു. പ്രധാനമായും CMRL ഉന്നയിച്ച കാര്യങ്ങൾ, അതായത് തെളിവുകളില്ലാതെയും FIR രജിസ്റ്റർ ചെയ്യാതെയുമാണ് ED ഈ അന്വേഷണത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു അന്വേഷണം അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് CMRLന് വേണ്ടി ഹാജരായ സിദ്ധാർത്ഥ ലൂത്ര എന്ന് പറയുന്ന അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് CMRLനെതിരെയുള്ള എതിർവാദത്തിൽ ED പ്രധാനമായും ഉന്നയിച്ചത് അവരുടെ പക്കൽ തെളിവുണ്ട്. പ്രത്യേകിച്ചും വീണ ടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് ലഭിച്ച ഫോൺ രേഖകൾ, ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് രജിസ്റ്ററുകളിൽ നിന്നൊക്കെ തന്നെ എക്സാലോജിക്കും ഒപ്പം തന്നെ CMRLുമായിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുള്ളതിൻ്റെ രേഖകളാണ്. മാത്രമല്ല, ഇതിൽ മാസപ്പടി നടന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ രേഖകൾ ഇല്ലാതെ, സേവനം നൽകാതെ പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട് എന്നായിരുന്നു EDയുടെ വാദം. ഈ രണ്ട് വാദവും കേട്ടതിന് ശേഷം തൽക്കാലം CMRLനെതിരെയുള്ള നടപടിക്രമങ്ങൾ വെള്ളിയാഴ്ച വരെ ED നിർത്തിവെക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ആശ്വാസം CMRLനാണ്. അതേസമയം വീണ വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി പരാമർശിച്ചിട്ടില്ല. വീണ ടിക്കെതിരെ അന്വേഷണം തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EDക്ക് വീണ ടിക്കെതിരെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിൻ്റെ സൂചനകളും ലഭിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും CMRLനെതിരെ ഇനി വെള്ളിയാഴ്ച വരെ അന്വേഷണം ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിർദ്ദേശം കോടതി നൽകിയിട്ടുമുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ED മുന്നോട്ട് വച്ചിരിക്കുന്നത്, കാരണം SFI ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലൊരു അന്വേഷണം നടത്തിയിരുന്നു. ഒപ്പം തന്നെ വീണ ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അവരെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ നിന്നും 2,72,00,000 രൂപയോളം CMRLിൽ നിന്നും വീണ ടി കൈപ്പറ്റിയിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട ഇമെയിൽ രേഖകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ SFIയുടെ പക്കലുണ്ടായിരുന്നു. അവരുടെ ചോദ്യം ചെയ്യൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇന്ന് EDയും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയത്. വ്യക്തമായ രേഖകൾ കൈവശമുണ്ടെന്ന് ED വാദിച്ചു. മാത്രവുമല്ല, ED പ്രധാനമായും ആവശ്യപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. കാരണം ഇവിടെ സേവനത്തിനല്ലാതെ പൈസ കൈപ്പറ്റിയിരിക്കുന്ന തരത്തിലായിരുന്നു EDയുടെ വാദം. എന്നാൽ ഇതെല്ലാം തന്നെ കോടതി കേട്ടെങ്കിൽ തന്നെയും കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, CMRLിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത്? മാത്രവുമല്ല, അങ്ങനെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ CMRLിന് ഒരു ക്ലീൻ ചിറ്റ് ലഭിക്കുകയില്ലേ എന്നും കോടതി ചോദിച്ചു. എന്തായാലും വാദപ്രതിവാദങ്ങളെല്ലാം അവസാനത്തിന് തൊട്ട് പിന്നാലെയാണ് അടുത്ത വെള്ളിയാഴ്ച 1:45 വിധി പറയുന്നതിനായി മാറ്റിയിരിക്കുന്നത്. അതുവരെ CMRLനെതിരെ EDയുടെ അന്വേഷണമോ നടപടിക്രമങ്ങളോ ഉണ്ടാകില്ല. വീണ ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിരെ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നില്ല. എന്തായാലും ED നടപടികളുമായി മുന്നോട്ട് പോകും എന്നത് ഉറപ്പാണ്. കാരണം വീണ ടിയുടെ ലോക്കറുകൾ ഉൾപ്പെടെ പരിശോധിക്കണം എന്ന് ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാരണം വ്യക്തമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ചില രേഖകൾ അവരുടെ HDFC ബാങ്കിൻ്റെ ലോക്കറുകളിൽ ഉണ്ട് എന്നാണ് EDയുടെ വാദം. മാത്രവുമല്ല, ഈ കൃത്യമായി സേവനം നൽകാതെ പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ ഈ ഇമെയിലുകളിൽ സൂചനയുള്ള ഒരു സാഹചര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നൊരു ആവശ്യം EDയും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ്റെ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നില്ല. എന്തായാലും വെള്ളിയാഴ്ച വരെ CMRLനെതിരെ അന്വേഷണം ഉണ്ടാവുകയോ തുടർ നടപടികളോ ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശരി, CMRLനെ സംബന്ധിച്ചിട്ട് താൽക്കാലികമായിട്ടുള്ള ആശ്വാസമാണ് ഈ വാർത്ത. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRL നൽകിയ ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച വരും. ആ വെള്ളിയാഴ്ച വരെ EDയുടെ അന്വേഷണത്തിൽ തുടർ നടപടികൾ പാടില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.
ലബനനിൽ കരയാക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. തെക്കൻ ലബനനിലെ ചരിത്ര പ്രസിദ്ധമായ ബ്യൂഫോർട്ട് കോട്ടയും തന്ത്രപ്രധാനമായ കുന്നും ഇസ്രയേൽ സേന പിടിച്ചെടുത്തു. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് കടന്നുകയറ്റം.